ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി. നമ്മുടെ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കുറച്ച് വിശേഷങ്ങൾ മാത്രം ആഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അത് രാവിലത്തെ ഒരു കാഴ്ചയാണ് കേട്ടോ. ഇപ്പോൾ കണ്ട് നമ്മുടെ മുറ്റം കണ്ടിട്ട് ആകെ ഫുള്ളായിട്ട് ഫുള്ളായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. ഇനി എവിടെ സ്ഥലമില്ല, നടക്കാനും കൂടി ഏട്ടത്തിയാതിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ഏട്ടൻ അങ്ങനെ ഉറങ്ങി നീച്ചിട്ടൊക്കെ ഉമ്മർത്ത് വന്നിട്ട് തന്നെ ഇരിക്കുകയാണ്. ഞാനും അതെ കേട്ടോ. എൻ്റെ പല്ല് തേക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളിവിടെ വെറുതെ വന്നിട്ട് ഇരിക്കുകയാണ് കേട്ടോ മുറ്റത്ത്. അപ്പോൾ കണ്ടില്ലേ കട്ടിലും അതുപോലെ തന്നെ ഓരോരോ പാത്രങ്ങളും അതും ഇതും വന്ന പോലെ മുറ്റത്ത് ഇനി എവിടെ വെക്കാൻ സ്ഥലമില്ല കേട്ടോ. ഇത്തിരി മുറ്റമുള്ളെങ്കിൽ ആ മുറ്റം ഫുള്ളാക്കിയിട്ടുണ്ട് ഞങ്ങൾ. അപ്പം ഇനിയിപ്പോൾ എന്തായാലും വീട്ടിലത്തെ പണിയൊക്കെ കഴിയാറായിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, എന്നിട്ട് വേണം ഈ സംഭവങ്ങളൊക്കെ എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട് കേട്ടോ. അതുവരെ ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ മുറ്റമൊക്കെ നടിച്ച് വരുന്നു കേട്ടോ. മൊത്തത്തിൽ അടിക്കാനൊന്നും പറ്റില്ല, പക്ഷേ ഉള്ള ഭാഗം ഒന്ന് വൃത്തിയാക്കി എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. കാരണം ഇങ്ങനത്തെ ഓരോ കുന്തങ്ങൾ ഇവിടെ വെച്ചിരിക്കുകയാണല്ലോ, അപ്പോൾ പിന്നെ മൊത്തത്തിൽ അടിക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ എന്താ പറയുക, കിച്ചു ഞാൻ നീച്ചിട്ട് ചായയൊക്കെ കുടിച്ചു കേട്ടോ. അപ്പോൾ അമ്മമ്മ അവൻ്റെ ഗ്ലാസ്സൊക്കെ കപ്പൊക്കെ കഴുകി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏട്ടനെ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. ഞാനപ്പോൾ അടിച്ചു വാരിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ അധികം ചപ്പവും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മളെ ഈ വീട്ടിലത്തെ പണി എടുത്തതിൻ്റെ ആ ഒരു പൊടികളും കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അല്ലാതെ ചപ്പ് എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള അങ്ങനെ വൃത്തികേടായിട്ടല്ല കേട്ടോ കിടക്കണം. ഇനിയിപ്പോൾ എന്തായാലും ഇതിലും കൂടുതൽ വൃത്തികേടാവാനുള്ളത്. ഇതന്നെ ഇപ്പോൾ ഓവറല്ലേ. അപ്പോൾ എന്താ പറയുക, അങ്ങനെ ഞാൻ അടിച്ചു വാരിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എനിക്കാണെങ്കിൽ ദേഷ്യം വരിക കേട്ടോ. എനിക്കാണെങ്കിൽ ഇങ്ങനെ അടിക്കുമ്പോൾ മുറ്റത്തൊന്നും പാടില്ല കേട്ടോ. ഇങ്ങനെ ഓരോ സാധനങ്ങളൊന്നും വയ്ക്കാൻ പാടില്ല. നമ്മളിങ്ങനെ അല്ലെങ്കിൽ തന്നെ ദേഷ്യം വന്നിട്ടാണ് അടിച്ചു വരാൻ. അതിൻ്റെ കൂടെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാരണമുണ്ടേ ആകെ ഭ്രാന്ത് പിടിച്ചിട്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വെള്ളിച്ച അകത്ത് തേച്ച റൂമൊക്കെ നനയ്ക്കുകയാണ് കേട്ടോ. നമ്മുടെ റൂമൊക്കെ തേച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വെള്ളിച്ച് നനച്ച് കൊടുക്കുകയാണ് കേട്ടോ. എന്നും വെള്ളിച്ച രാവിലെ നീച്ചിട്ട് നനയ്ക്കാറൊക്കെ ഉണ്ട്. വൈകുന്നേരത്ത് നനയ്ക്കാറില്ല, രാവിലെ മാത്രമേ ഉള്ളൂ. അപ്പോൾ പൈപ്പിൽ നിന്ന് വെള്ളം വന്ന ദിവസമാണ്. അപ്പോൾ പൈപ്പ് ഉള്ളിൽ കൂടെ എടുത്തിട്ട് നമ്മുടെ ചുമരിലേക്ക് എത്തില്ല കേട്ടോ പൈപ്പ്. അത് കാരണം പൈപ്പ് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇട്ടിട്ട് വെള്ളം നിറച്ചിട്ടാണ് ഒഴിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ അവരതൊക്കെ ചെയ്യൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ ഇനിയിപ്പോൾ എന്താ ഭക്ഷണം കഴിക്കാൻ ഉണ്ടാക്കണ്ടേ ഇപ്പോൾ രാവിലേക്കുള്ളത്. ചോറും കാര്യങ്ങളൊക്കെ ആവണമെന്നുള്ളൂ. എന്നാലും പലഹാരം എന്തെങ്കിലും വേണ്ടേ വിചാരിച്ചിട്ട് ചപ്പാത്തിയാണ് കേട്ടോ അന്ന് ഉണ്ടാക്കണത്. അപ്പോൾ നമ്മുടെ ഈ ചപ്പാത്തി എന്ന് പറഞ്ഞാൽ ഒരു മെനക്കെട്ട പണിയെന്നൊക്കെ അറിയാം. അപ്പോൾ ഈ പണിത്തിരക്കിൻ്റെ ഇടയിൽ കൂടെ ഇതൊരു ഭയങ്കര ഒരു എന്താ പറയുക, ഒരുമാതിരി പണിയാണെന്ന് എനിക്കറിയാം. എന്നാലും പക്ഷേ കഴിക്കണ്ട എന്തെങ്കിലും. അപ്പോൾ അത് കാരണം ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പം അവരൊക്കെ ആദ്യം എന്തെങ്കിലും നടക്കുന്നുണ്ട് കേട്ടോ. അമ്മ അപ്പോൾ ഇപ്പോൾ ഉറങ്ങി നീച്ചിട്ടൊക്കെ അവർ ആകെ എന്താ പറയുക, ഉറങ്ങി നീച്ചിട്ടുള്ള ആ ഒരു ക്ഷീണത്തിലിരിക്കുകയാണ് കേട്ടോ. പിന്നെ കുട്ടികൾ അത് കൂടെ ഓടിക്കളിക്കുന്നുണ്ട്. ഏട്ടനും എന്തൊക്കെ ചെയ്യുന്നുണ്ട്. എന്താ പറയുക, അമ്മ പിന്നെ പണിക്ക് പോയി. അപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചപ്പാത്തിയും പിന്നെ അതുപോലെ തന്നെ മുട്ടക്കറിയാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കണത്. പിന്നെ നാളെ നമ്മൾ ചളവറയ്ക്ക് പോവാണ്. പക്ഷേ കുട്ടികളോണ്ടല്ല കേട്ടോ പോണത്. ഞാൻ ഏട്ടനും ഫസ്റ്റ് പോയിട്ട് അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് വഴിയിനി പറയാം, വീഡിയോസൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ ചപ്പാത്തിയും മുട്ടക്കറിയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇന്ന് കഴിക്കാൻ കേട്ടോ. അപ്പോൾ തുമ്പിക്കുട്ടിയും കിച്ചും ഇങ്ങനെ മുട്ടക്കറി ഒഴിച്ച് തന്നെ കഴിക്കണില്ല കേട്ടോ. അപ്പോൾ അവരിങ്ങനെ ചപ്പാത്തി മടക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അവരൊക്കെ പുറത്തിരുന്നിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അത് കഴിഞ്ഞപ്പോൾ അപ്പവും വലിയച്ഛനും കിച്ചും കൂടിയിട്ട് എന്താ പറയുക, അപ്പൂൻ്റെ സൈക്കിൾ നേരെയാക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വാങ്ങിക്കാൻ വേണ്ടി പോയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഇതെന്താ പഞ്ചർ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊന്ന് ശരിയാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൂവിന് വേണ്ടിയിട്ട്. അപ്പോൾ അവരിപ്പോൾ വന്ന് കയറിയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ അവൻ പറയുകയാണ് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ പിന്നാലെ തന്നെ മണൽ വന്നിട്ടുണ്ട്. നമ്മുടെ റൂമിൽ ടൈലിടണമല്ലോ, അപ്പോൾ തേച്ച റൂമിൽ ടൈലിടണമല്ലോ. അപ്പോൾ ആ മണൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഏട്ടൻ ഇറക്കുകയാണ് കേട്ടോ അതിൻ്റെ മേലെ നിന്ന്. അപ്പോൾ വല്യമ്മയൊക്കെ വന്നിട്ടുണ്ട്. വല്യമ്മ ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ടേ ഉള്ളൂ കേട്ടോ. വല്യമ്മയ്ക്ക് നൈറ്റാണ് ഡ്യൂട്ടി. അപ്പോൾ എന്നിട്ട് ഉച്ചയ്ക്ക് ഇനി വന്നു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് പോവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഉച്ച വരെ ഉണ്ടാവും ആൾ. അപ്പോഴത്തേൻ്റെ മണൽ വന്നപ്പോൾ എല്ലാവരും കൂടിയിട്ട് അങ്ങോട്ട് ഏറ്റാൻ തുടങ്ങി കേട്ടോ. പിന്നെ വേഗം കഴിഞ്ഞു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ചക്ക ഉണ്ടായിരുന്നു, കുറച്ചൊരു ചെറിയ ചക്ക ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ വെട്ടി ചുളയൊക്കെ പറിച്ച് അമ്മമ്മ തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ കഴിച്ചു. ഞങ്ങളിരുന്ന് കഴിച്ചു കേട്ടോ എല്ലാവരും കൂടിയിട്ട്. അപ്പോൾ അതെനിക്ക് മാറ്റി വെച്ചാണ് കേട്ടോ. ഞാൻ കുട്ടീനെ ഉറക്കായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ബീഫ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മളിന്ന് ഏട്ടൻ പോയിട്ട് വാങ്ങിച്ചിട്ട് വന്നതാണ്. ഏട്ടനും വലിച്ചിനും കൂടിയിട്ട് പോയി മേടിച്ചിട്ട് വന്നു. ബീഫൊക്കെ അങ്ങനെ മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് അടുപ്പത്ത് വെച്ചിരിക്കാം കേട്ടോ. നല്ല വേവ് വേണമല്ലോ ഇനി. അപ്പോൾ അതങ്ങനെ വേവട്ടേന്ന് വെച്ചാൽ അപ്പോൾ അപ്പോഴത്തേനും ഞാൻ സവാളയും അതുപോലെ തന്നെ തക്കാളി ഇതൊക്കെ വഴറ്റിയിട്ട് മസാല ഉണ്ടാക്കുമല്ലോ, അതുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ബീഫ് എന്തായാലും വേവാൻ ഒരുപാട് സമയം പിടിക്കില്ല. അപ്പോഴത്തേനും ഇതങ്ങോട്ട് റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടല്ലേ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടിയിട്ട് പേസ്റ്റ് ആക്കിയതാണ് കേട്ടോ.
ഈശ്വര പറയുമ്പോൾ തെറ്റി പോകണം കേട്ടോ, ഒന്നും വിചാരിക്കല്ലേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനതൊക്കെ ഇട്ട് കൊടുത്തിട്ട് മസാലയും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ വെള്ളമൊക്കെ ഏകദേശം വറ്റാറായിട്ടുണ്ട്, മൊത്തത്തിലായിട്ടില്ല, ഏകദേശമൊക്കെ വറ്റാറായിട്ടുണ്ട്. അപ്പം എന്നാൽ ആ മസാല അങ്ങോട്ട് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇനി കുറച്ച് വെള്ളം തന്നെ വറ്റാനുള്ളൂ, കാണുമ്പോൾ തോന്നുന്നുണ്ട് തോന്നിക്കുമെങ്കിലും പക്ഷേ കുറയൊന്നുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ആ മസാലയൊക്കെ എനിക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. അതൊക്കെ ഇനി അതിൻ്റെ കൂടെ കണ്ണെടുത്ത് തിളച്ചോട്ടെ, എന്തായാലും അതൊന്ന് വേവണമല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട്. അപ്പോൾ കണ്ടില്ലേ ഇങ്ങനെ ആയിട്ടുണ്ട്, മുളക് കലക്കിയ പോലെ ഉണ്ട് കേട്ടോ. പക്ഷേ വലിയ എരിവും കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല കേട്ടോ ഞങ്ങൾ കഴിച്ച് നോക്കിയപ്പോഴൊക്കെ. അപ്പോൾ അങ്ങനെ ഇതാ ഊണ് കഴിക്കാൻ കേട്ടോ ഉച്ചയ്ക്കുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇലയിൽ വേണം വന്നപ്പോൾ ഇലയൊക്കെ വെട്ടി തൊട്ടടുത്ത് തന്നെ വാഴയൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളല്ല കേട്ടോ, അപ്പുറത്തെ വളപ്പിലത്തേണ്. അപ്പോൾ അതൊന്ന് കുറച്ച് വാഴയിലൊക്കെ വെട്ടിയിട്ട് ഞങ്ങൾ ചോറ് കഴിക്കാൻ വേണ്ടി റെഡി ആവുകയാണ് കേട്ടോ. അപ്പോഴത്തെ തുമ്പിക്കുട്ടിക്കുള്ള ചോറുണ്ട്, അവരാണെങ്കിൽ ഫോൺ കിട്ടുക അവർ കഴിക്കണമെന്നില്ല കേട്ടോ ചോറ്. അപ്പോൾ ഞാൻ ചീത്തയൊക്കെ പറഞ്ഞിട്ട് വന്ന് വാരി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർ കഴിക്കുകയൊക്കെ ചെയ്തു. പിന്നെ വലിയ എരിവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, ഞാൻ എരിവ് കമ്മിയാക്കിയിട്ടാണ് വെച്ചത്. അപ്പോൾ അത് കാരണം കൊണ്ട് എരിവൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് അവരൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു വൈകുന്നേരം ആയപ്പോൾ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ തിന്നുകൊണ്ടിരിക്കാൻ തോന്നുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം നമുക്ക് മസാല ദോശ ഒന്നും ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് ഓടിപ്പോയി ഞാനും അമ്മും അതുപോലെ തന്നെ വെല്ലിച്ചനും കുട്ടിയോട് ഞങ്ങൾ എല്ലാവരും കൂടി ടീമായിട്ട് ഇപ്പോൾ കടയിലേക്ക് പോയിട്ടോ. പക്ഷെ ഞാൻ കടയിലേക്ക് പോയി, ഞാൻ പകുതി വരെ പോയുള്ളൂ കേട്ടോ. ഞങ്ങളിട്ട് പോയിട്ടൊരു മാവൊക്കെ മേടിച്ചിട്ട് വന്നു, പിന്നെ ക്യാരറ്റും അങ്ങനത്തെ കുറച്ച് ഇതൊക്കെ കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നു കേട്ടോ. എന്നിട്ട് അതൊക്കെ അരിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അമ്മ ഇരുന്ന് അരിയാൻ കൂടുന്നുണ്ട്. അപ്പോൾ അത് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് നല്ല വേവിച്ചെടുക്കണമല്ലോ, ഉരുളക്കിഴങ്ങൊക്കെ നല്ല ഉടയണമല്ലോ. അപ്പോൾ അങ്ങനെ ആക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് തന്നെ ദോശയ്ക്കുള്ള മസാലയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കണത്. അത് കഴിഞ്ഞിട്ട് അതൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് പാത്രത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ആ ചട്ടിയിൽ തന്നെയാണ് കേട്ടോ, ചട്ടിയുടെ കളർ കണ്ട് ചേട്ടണ്ട. അപ്പോൾ ഈ മറ്റേ സംഭവം ആക്കിയിട്ടുള്ള ചട്ടിയാണ് കേട്ടോ. അതിലേക്ക് തന്നെ സവാളയും അതുപോലെ തന്നെ പച്ചമുളകും ഇഞ്ചിയും ഒക്കെ അരിഞ്ഞത് ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുത്ത് കേട്ടോ, സെപ്പറേറ്റ് ആയിട്ടൊന്നല്ല. ഇനിയിപ്പോൾ അതിനുള്ള സമയം വെയിറ്റ് ചെയ്യാനുള്ള സമയമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ അതൊന്ന് വാടി വന്നതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രം, അത് മാത്രം ഇട്ടിട്ട് എന്താ പറയുക ഒന്ന് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഈ മസാല ഉണ്ടല്ലോ, ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടിയിട്ട് വേവിച്ച് വെച്ച സംഭവം നമ്മൾ കയ്യിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതൊക്കെ ഒന്ന് വെറുതെ ഒന്ന് ഉടച്ചു കൊടുക്കുക. ഉടയും എന്തായാലും നല്ല വെന്തിട്ടല്ലേ ഇരിക്കണം, അപ്പോൾ ഒന്ന് ഉടയും, അത് നമ്മളൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ എനിക്ക് ഈ ഫോണും പിന്നെ അതുപോലെ തന്നെ കയ്യിലും ഇങ്ങനെ പിടിച്ച് ഇളക്ക് കാണുകൊണ്ട് എനിക്ക് മര്യാദയ്ക്ക് വീഡിയോ എടുക്കാനും പറ്റുന്നില്ല, ഇളക്കാനും പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് ഇളക്കി സെറ്റാക്കിയതിന് ശേഷമാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ചട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ പാൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുറച്ച് വലിയ പാനാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു പാൻ ഫുള്ളായിട്ട് മാവ് ഒഴിക്കാമെന്നായിട്ട് വിചാരിച്ചത്. പക്ഷേ വലിയ കുഴപ്പമില്ല, എന്നാലും അത്യാവശ്യം കുറച്ച് വലിയ ദോശയൊക്കെ കിട്ടി കേട്ടോ. എന്നിട്ട് ഫസ്റ്റിലത്തെ ദോശ ഉദ്ഘാടനം ചെയ്തത് ഏട്ടനാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ദോശ കുറച്ച് മൊരിയട്ടെന്ന് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സെൻറ്ററിലേക്ക് മറ്റേ ഈ മസാലയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, ആ സംഭവമൊക്കെ ഇട്ടിട്ട് ഒന്ന് മടക്കി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഉണ്ടാക്കുക മസാലയൊക്കെ. ഞാൻ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തിട്ടാണ് കേട്ടോ ഇപ്പോൾ ഉണ്ടാക്കിയത്, അല്ലാണ്ട് എനിക്കറിയൊന്നുമില്ല കേട്ടോ. എന്നാലും സംഭവം സൂപ്പറായിരുന്നു കേട്ടോ, ഞങ്ങൾ കഴിച്ചു, എല്ലാവരും കഴിച്ച് സൂപ്പറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പം ഇതുണ്ടല്ലോ നമ്മുടെ വീട്ടിൽ ടൈലിടുന്നുണ്ട് കേട്ടോ, ഏട്ടന് ഒപ്പം ടൈലും ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിയാറായിട്ടുണ്ട് ടൈലിടലൊക്കെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ വിശേഷം എന്ന് പറയുമ്പോൾ ഇനി എന്തായാലും ചളവറ പോയിട്ടുള്ള വിശേഷങ്ങളായിരിക്കും ഇനിയുള്ള വീഡിയോയിൽ കേട്ടോ. അപ്പോൾ എന്തായാലും പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.